ADGP MR അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി രണ്ടാം പ്രതിയുമായിട്ടുള്ള വിജിലൻസ് കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിന്റെ 14-ാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ്. നിയമവിരുദ്ധമായി ഈ കേസിൽ തന്റെ അടുത്ത 2 ആളുകളെ രക്ഷിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തുവെന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞ പക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ്. ഈ വിധിവാചകം വളരെ 114ഓളം പേജുകളുള്ളതാണ്. അതിലാദ്യത്തെ തുടക്കം തന്നെ ഓർഡർ in our democratic polity under the constitution based on the concept of rule of law. ഇന്ത്യയുടെ ഭരണ സംവിധാനം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ്, which we have adopted and given to ourselves and which serve as an iota in the anatomy of our democratic system. The law is supreme. നിയമമാണ് പരമാധികാരി. Everyone, whether individually or collectively, is unquestionably under the supremacy of law. ആരാണെങ്കിലും വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും നിയമത്തിന് വിധേയനാണ് ഏതൊരു വ്യക്തിയും സമൂഹവും. whoever he may be, however high he is under the law. എത്ര ഉയർന്നയാളാണെങ്കിലും ആരാണെങ്കിലും ആ വ്യക്തി നിയമത്തിന് വിധേയനാണ്. no matter how powerful he is and how rich he may be. എത്ര അധികാരമുള്ളവനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും നിയമത്തിന് വിധേയനായിരിക്കണം. ഇത് സുപ്രീം കോടതി സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ഭജൻലാൽ കേസിൽ 92-ലെ സുപ്രീം കോടതി വിധി, സുപ്രീം കോടതിയിലെ ആ വിധി റിപ്പോർട്ട് ചെയ്ത ജഡ്ജ്മെന്റ് ആണ് ഈ കേസിലെ ആദ്യത്തെ സെന്റൻസ്. 114 പേജുള്ള MR അജിത് കുമാർ P ശശി പ്രതികളായിട്ടുള്ള കേസിലെ ആദ്യത്തെ വിജിലൻസ് കോടതിയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലേക്ക് വരുമ്പോൾ ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ പൊള്ളത്തരം അത് നിരവധിയായ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചുരുക്കം കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ്. പേജ് 83. The entire legal principles were trampled to save one person. By doing so, the officer, the director of vigilance and the superior authority approved the report. ഈ trampled എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കപ്പെട്ടു. The entire legal principles, നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ഈ കേസിൽ ചവിട്ടി മെതിക്കപ്പെട്ടു എന്ന് ഈ കേസിലെ ജഡ്ജി പറഞ്ഞിരിക്കുകയാണ്. അടുത്ത്, it was also stated that the department verified and accepted the report and forwarded it to the relevant persons. ആരാണ് ഈ relevant persons? ഡിപ്പാർട്ട്മെന്റ് ഇത് പരിശോധിച്ച് ആവശ്യമായ ആളുകൾക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആരാണ് ഈ ആവശ്യക്കാർ? Furthermore, it was also stated that it is also informed that the above decision has the approval of the Chief Minister. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മലയാളത്തിൽ എഴുതിയിരിക്കാൻ വേണ്ടും. The exact word used in the letter is മേൽ തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു. അജിത് കുമാറിനും P ശശിക്കുമെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു. മുഖ്യമന്ത്രിയാണോ കേസ് അന്വേഷണത്തിന് അംഗീകാരം കൊടുക്കേണ്ടത്? ഫൈനൽ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ? ഇത് ആരെഴുതിയിരിക്കുന്നതാണ്? ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ, പ്രിൻസിപ്പൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിനാണ്. ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനത്തിന്. അപ്പൊ അഡീഷണൽ ചീഫ് സെക്രട്ടറി കാണാതെ തന്നെ മുഖ്യമന്ത്രി ഫയൽ കണ്ടു, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടു. സാധാരണ എങ്ങനെയാ ഫയൽ പോകുന്നത്? അഡീഷണൽ ചീഫ് സെക്രട്ടറി കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ കത്തയക്കുമ്പോൾ തന്നെ ഈ
അന്തിമ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അനുമതിയുണ്ട് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിലും എഴുതി വച്ചിരിക്കുന്നു. ദ സ്റ്റേറ്റ് ഈസ് ദ മാസ്റ്റർ ഓഫ് പ്രോസിക്യൂഷൻ, 108-ാം ഖണ്ഡിക. And the state must protect the victim and society at large, and also to go with the Prevention of Corruption Act. The political executive doesn't have a role in the inquiry initiated against an officer. The political executive doesn't have a role with regard to the inquiry against an officer, initiated against an officer. രാഷ്ട്രീയ നേതൃത്വത്തിനെ ഒരധികാരവുമില്ലാത്തടുത്ത് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിരിക്കുന്നു. നോബഡി ഹാസ് ദ റൈറ്റ് ടു ഇന്റർഫിയർ ഇൻ ദ എൻക്വയറി. അടുത്ത പാരഗ്രാഫാണ്. നോബഡി ഹാസ് ദ റൈറ്റ് ടു ഇന്റർഫിയർ ഇൻ ദ എൻക്വയറി വെദർ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓർ ദ കൺക്ലൂഷൻ. വാട്ട് ഈസ് ദ നീഡ് ഓഫ് അപ്രൂവൽ? ദാറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ്. എന്താണ് ഇതിന്റെ അംഗീകാരത്തിന്റെ ആവശ്യം? ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിന്റെ ആവശ്യം എന്താണ്? അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ദിസ് എ കേസ് where the suspected officers was exonerated of the allegation and the person stated above approved the final decision. ഇനിയും 107, 108, 109. This is a case where a legally constituted authority, instead of collecting facts to reveal the truth, manipulate the inquiry to save the officer. നിയമാനുസൃതം രൂപീകൃതമായ ഒരു സംവിധാനം ആവശ്യമായ തെളിവുകൾ സമാഹരിക്കുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് കളക്ടിംഗ് ഫാക്ട്സ് ടു റിവീൽ ദ ട്രൂത്ത്, സത്യം തെളിയിക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം മാനിപ്പുലേറ്റഡ് ദ എൻക്വയറി ടു സേവ് ദ ഓഫീസർ. ഇരപ്രതികളെ സഹായിക്കാൻ വേണ്ടി ഈ അന്വേഷണത്തെ അവര് ദുരുപയോഗം ചെയ്തു. Upon reviewing the entire record of materials, this court finds that the allegations in the complaint are beyond suspicion and the allegation demonstrate a probability of a crime having been committed. രേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ, തെളിവുകൾ പരിശോധിച്ചപ്പോൾ കോടതി പറയുന്നു ഇത് വളരെ വിശ്വസനീയമായ ഒരു അഴിമതി കേസ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. This court finds that the allegations in the complaint, the documents produced by the complainant, the materials collected by the inquiry officer and the documents produced before the court would establish a prima facie case regarding commission of a crime referred in the complaint. ഈ രേഖകളെല്ലാം പരിശോധിച്ചാൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് കോടതി ആവർത്തിച്ച് വീണ്ടും പറയാണ്. The inquiry report is not acceptable and is rejected. അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് സ്വീകാര്യമല്ല, അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ 114 പേജുള്ള സ്പെഷ്യൽ കോടതിയുടെ ഈ വിധി ന്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ചുമതല, ഈ ഉത്തരവാദിത്തം നിയമമനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കും. അടുത്ത ഒരു സത്യവാചകം കൂടിയുണ്ട്, ഭീതിയോ പ്രീതിയോ കൂടാതെ. നിയമം നടപ്പിലാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഭയം പാടില്ല. അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രീതി പാടില്ല, പക്ഷപാതം പാടില്ല. ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമെന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അജിത് കുമാർ പി ശശി കേസിൽ ചെയ്തിട്ടുള്ളത്. സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ മുഖ്യമന്ത്രിക്ക് ആ ചുമതല നിർവഹിക്കാൻ, ആ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണം, നിയമാനുസൃതമായിട്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഇടപെട്ടതിനെ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണവും ആവശ്യമാണ്. അഡീഷണൽ DGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ നിയമവിരുദ്ധമായ ഇടപെടലിന് മുഖ്യമന്ത്രി കുറ്റവാളിയാണ്, ഉത്തരവാദിയാണ്. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതുണ്ട്. കോടതിയിൽ എത്തിക്കഴിഞ്ഞു, അത് ആലോചിക്കാം. ഇത് കോടതി തന്നെ, കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുക.
പോലീസ് അന്വേഷിച്ചാൽ ഈ കാര്യത്തിൽ നീതിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കോടതി ഇതൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട്, ഈ അന്യായം കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും RSSുമായിട്ടുള്ള ചർച്ചയ്ക്ക് അജിത് കുമാറല്ലേ പാലം. തൃശൂർ പൂരം കലക്കിയതിന് അജിത് കുമാറിന്റെ പേര് നടപടിയില്ലല്ലോ. ഭരണകക്ഷിയിലുണ്ടായിരുന്ന MLA തന്നെയല്ലേ അജിത് കുമാറിനെതിരെ പരാതിപ്പെട്ടത്. അവിടെയെല്ലാം ഭരണകക്ഷിയിലെ അംഗങ്ങൾക്ക്, ഭരണകക്ഷിയിലെ മറ്റ് കക്ഷികൾക്ക് അജിത് കുമാറിനെതിരെ പരാതി ഉണ്ടായിരുന്നില്ലേ? എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. പ്രകടമായ അഴിമതിയല്ലേ, കോടികളുടെ അനർഹ സ്വത്ത് സമ്പാദന അല്ലേ തിരുവനന്തപുരത്ത് എല്ലാവരുടെയും കണ്ണു മുമ്പിൽ. അതിലൊന്നും തെളിവില്ല എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ അന്വേഷണ പ്രഹസനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് എഴുതി വെക്കുക കൂടി ചെയ്തതോടുകൂടി സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വളരെ പ്രകടമാണ്, എന്തിനാണെന്ന് വളരെ പ്രകടമാണ്. കൂടുതൽ വ്യക്തമാക്കേണ്ട എന്താ അതിന്റെ ഉള്ളുകള്ളിയെന്ന് കുറച്ചും കൂടി മുഖ്യമന്ത്രിക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ വ്യക്തമാക്കാൻ സാധിക്കും. അവർ വ്യക്തമാക്കുന്നു പ്രതീക്ഷിക്കേണ്ടല്ലോ. അപ്പൊ അത് ഒതുക്കി തീർക്കാനും ഒത്തീർപ്പാക്കാനും ഉണ്ട്. ഈ പരാതികൾ ഒതുക്കി തീർക്കാനും ഒത്തീർപ്പാക്കാനും അന്വേഷണം ദുർബലപ്പെടുത്താനുമുള്ള ഇടപെടലുകളുടെ നടപടികളുടെ ഭാഗമായിട്ടാണ് അത് കൂടി കാണുന്നത്. അത് തരുന്നതിനെ അത് മറച്ചുവെക്കാൻ, അത് തന്നു കഴിഞ്ഞാൽ, അത് വെളിപ്പെട്ടാൽ, അത് ലോകത്തിന് മുമ്പിൽ വന്നാൽ തങ്ങൾക്കുള്ള അപകടം മനസ്സിലാക്കിയിട്ടാണ്. അധികാരത്തിന്റെ ദുർവിനിയോഗമാണ്. വിവരാവകാശ നിയമം എന്തിനാണ്? പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം അത് തുറന്നു കാട്ടാനും സംരക്ഷിക്കാനുമാണെങ്കിൽ അറിയാനുള്ള പൗരന്മാരുടെ അവകാശം നിഷേധിക്കുന്ന വിവരങ്ങൾ പൗരന്മാർ അറിഞ്ഞാൽ, ജനങ്ങൾ അറിഞ്ഞാൽ, മാധ്യമങ്ങൾ അറിഞ്ഞാൽ തങ്ങൾക്ക് അപകടം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നത്. അല്ലല്ല, ഇത് കോടതി നടത്തേണ്ടത്. കോടതി നേരിട്ടാണ് നടത്തേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഇവര് നടത്തിയിട്ട് കാര്യമില്ല എന്ന് കോടതിയുണ്ട്. There are sufficient materials to proceed further following the procedure of Section 223 of BNSS 2023. Complaint allegations, the documents he produced, the materials collected by the inquiry officer and produced before the court would show a prima facie case. Court does not have the power to direct the Director Vigilance to register a case and investigate the offence punishable under the PA Act. Private complaint without attaching a sanction. The complaint has the locus standi to file the complaint. Complainant has the locus standi to file the complaint alleging an offence under the Prevention of Corruption Act against the respondent. A private complaint without attaching a sanction from the competent authority alleging offence punishable under the Prevention of Corruption Act, a public servant would be maintainable before the special judge constituted under the Act to try the offence under the Act. ഗവൺമെന്റ് അനുമതി ഇല്ലാതെ തന്നെ ഈ കേസ് കോടതിയിൽ മെയിൻറ്റെയിനബിൾ ആണ്. കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നതാണെന്നാണ് കോടതി വിധി. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാതിലേക്ക് വരാം. ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായിട്ടും നിയമലംഘനങ്ങളുടെ ഒരു വകുപ്പായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസ്, ആ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു. ആ കേസിൽ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഷുഹൈബിന്റെ കുടുംബം, ഉപ്പയും ഉമ്മയും, അവർ ഗവൺമെന്റിലേക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമ്പോൾ അതിനുവേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും ഈ കുടുംബം വഹിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും നേരത്തെ പറഞ്ഞ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരം, അദ്ദേഹത്തിനും കത്ത് കൊടുത്തു. ആ കത്തിന്റെ കാര്യത്തിൽ അവർ തീരുമാനം എടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ നിയമവാഴ്ചയാണ് രാജ്യത്ത് ആവശ്യം. കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണം
എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ കേരള ഗവൺമെന്റിനെ സമീപിക്കുകയാണ്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ കത്ത് പ്രതിപക്ഷ നേതാവിന്റെ കവറിംഗ് ലെറ്ററോടുകൂടി കൊടുക്കുന്നു നിയമസഭാ സമ്മേളനത്തിനിടയിൽ. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുള്ള കത്ത് MLA എന്ന നിലയിൽ, ഞാനിന്ന് KPC പ്രസിഡന്റ് ആയിട്ടില്ല, MLA എന്ന നിലയിൽ എന്റെ കവറിംഗ് ലെറ്ററോടെ ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്നു. നടപടി എടുക്കുന്നില്ല. നിയമാനുസരണം ഒരു കത്ത് കൊടുത്തിട്ട് നടപടി എടുക്കുന്നില്ല. ഒന്നുകിൽ റിജക്ട് ചെയ്യണം, അല്ലെങ്കിൽ അനുവദിക്കണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ. അപ്പൊ ഷുഹൈബിന്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നു. ഹൈക്കോടതി ഈ പെറ്റീഷനിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് കേരള ഹൈക്കോടതി ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കുന്നു. ഷുഹൈബിന്റെ കുടുംബാംഗങ്ങൾ പ്രത്യേക പ്രോസിക്യൂട്ടറെ വെക്കണം എന്ന കാര്യത്തിൽ ആവശ്യം അംഗീകരിച്ചോ, തള്ളിയോ? ഒരു തീരുമാനം എന്താണ്? ഉചിതമായ തീരുമാനം എടുക്കാൻ ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തുന്നു 6 ആഴ്ചയ്ക്കുള്ളിൽ. 6 ആഴ്ച കഴിഞ്ഞു. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കുടുംബാംഗങ്ങൾ കത്ത് കൊടുത്തു. എന്നിട്ട് നടപടിയില്ല. അപ്പൊ ആരെ സഹായിക്കാനാണ് ഗവൺമെന്റ്? ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അതാ, സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് വാദിഭാഗത്ത് നിൽക്കേണ്ടതാണ്. അവിടെയും ഇവിടെയും പ്രതിയുടെ ഭാഗത്ത് കേരള ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും നിൽക്കുന്നു. അതാണ് പ്രകടമായിട്ടുള്ളത്. അത് നിയമപരമായ വീഴ്ചയാണ്, ധാർമ്മികമായ പരാജയമാണ്, അനീതിയാണ് ആ കാര്യങ്ങളിലൊക്കെ നടപ്പിലാകുന്നത്. ആഭ്യന്തര വകുപ്പ് പരിശോധിക്കട്ടെ, ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല. അത് ഞങ്ങൾ ആലോചിക്കും. കുടുംബക്കാരുമായിട്ട് ആലോചിച്ചിട്ട് നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശമ്പളം ചോദിച്ച താൽക്കാലിക ജീവനക്കാർ മന്ത്രിയോട് ചോദിച്ചത് അവർക്കെതിരെ കേസെടുക്കുകയാണ് ശമ്പളം. ആ ഡോക്ടർ ആരിസ് ഹസനോട് കാണിച്ച അതേ നടപടി തന്നെയാണ് ഈ അവകാശങ്ങൾ ചോദിക്കുന്ന ജീവനക്കാരോടും കേരള ആരോഗ്യവകുപ്പ് പുലർത്തിപ്പോരുന്നത്. ഏറെ പ്രതിഷേധാർഹമാണ്, ധിക്കാരമാണ്. ഒന്നുമായിട്ടില്ല, നടക്കാതിരിക്കാൻ കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ധാരണയാകാമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രസ്താവന നടത്തുന്നുണ്ട്. അതിനെയാണ് KPCC അധ്യക്ഷൻ കണ്ണൂർ DC പ്രസിഡന്റ് അഭിപ്രായം കൂടെ ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണല്ലോ, നിലപാട് എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഒന്നും ആയിട്ടില്ലോ, നമുക്ക് നോക്കാം. ആയിട്ടില്ല, അതുമായിട്ടില്ല. സംസ്ഥാനത്ത് ഇപ്പൊ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിലെ വോട്ടർ പട്ടികയുടെ പ്രവർത്തനമാണ് നടക്കുന്നത്. അതിൽ വലിയ അപാകതയുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് പരാതികൾ വന്നിട്ടുണ്ട്, ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. വോട്ടർ പട്ടിക കൃത്യമായിരുന്നില്ല. ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. വാർഡ് വിഭജന അശാസ്ത്രീയമാണ്. അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസ്. അത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ വാർഡൊന്ന് പഠിക്കുക. പേരാവൂർ വാർഡിൽ 9 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണുള്ളത്. പേരാവൂർ ഡിവിഷന്റെ അകത്ത്, ജില്ലാ പഞ്ചായത്തിന്റെ പേരാവൂർ ഡിവിഷന്റെ അകത്ത് 9 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണ്. അതിന്റെ അടുത്ത ഡിവിഷന്റെ അകത്ത് 5 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ. ഒരു സ്ഥലത്ത് 10,000 വോട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് 5,000 വോട്ടാണ്. ഇതിന്റെ അശാസ്ത്രീയത ഒന്ന് വ്യക്തമാക്കുക. ആ കാര്യങ്ങളിലാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. ആലോചിക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കാം. എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ആലോചിക്കും. തെരഞ്ഞെടുപ്പുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കും. അതൊക്കെ പരിശോധിച്ച് ചെയ്യാം. ആലോചിക്കാന്ന് പറഞ്ഞല്ലോ. ആലോചിക്കാം. ഇതിനു മുമ്പ് ഉണഞ്ഞിട്ടുണ്ടോ? CPM-ന്റെ കൂടെ വന്നപ്പം അവർക്ക് ഉണഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി എന്ന് പറയട്ടെ. നിലമ്പൂർ UDF നല്ല വോട്ടിന് ജയിച്ചിട്ടുണ്ട്.
ജമാഅത്ത് ഇസ്ലാമിയുടെ പങ്കുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലുണ്ട്. അതിനകത്ത് കൃത്യമായ ഈ വർഗീയവാദികളായിട്ട് സഖ്യം ചെയ്യുന്നു UDF അടുക്കും തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ അതിശക്തമായി അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. നിലമ്പൂരിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. നിലമ്പൂരിൽ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഖ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അപ്പൊ ആ തരത്തിൽ ഒരു സ്ഥലത്തും പുറത്തു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഖ്യത്തെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല. അതിന്റെ ഒന്നും ആലോചിക്കേണ്ട സമയമായിട്ടില്ല. ആലോചിക്കാമെന്ന് പറയുമ്പോൾ ആ സഖ്യം ഇല്ലല്ല, ഏത് കാര്യവും രാഷ്ട്രീയത്തിൽ ആലോചിക്കുമെന്ന് പറയും. ആലോചിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം ആകാന്നല്ല എന്റെ അർത്ഥം. എല്ലാം നോക്കി ആലോചിച്ച് അതിന്റെ ഗുണദോഷങ്ങൾ ആലോചിച്ച് അതൊക്കെ നിങ്ങളെ ആൻസർ നിങ്ങൾ സജസ്റ്റ് ചെയ്യണ പിന്നെ എന്തിനാ ഞാൻ നിങ്ങളോട് ഇരിക്കും, ഞാൻ അവിടെ ഇരിക്കും. ഒരു മറുപടി പറഞ്ഞതിൽ കൂടുതൽ ഒരു മറുപടിയും പ്രതീക്ഷിക്കണ്ട. വെറുതെ നേരത്തെ ഒരു ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ പ്രസംഗം നടത്തി, പേര് ഞാൻ പറയുന്നില്ല. പ്രസംഗം നടത്തിയിട്ട് അവസാനം പറഞ്ഞ് ഈ പറഞ്ഞതിൽ കൂടുതലൊന്നുമില്ല, ഈ പറഞ്ഞതല്ലാതെ ഒന്നുമില്ല, ഈ പറഞ്ഞതല്ലാതെ ഒന്നുമില്ല. ശരി, താങ്ക് ഗോഡ്.